ദേവീ ശ്ലോകങ്ങളിലെ ദേവീ ഉപാസനയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ കാണാൻ പോവുക. ഈ ഭാഗത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്, ഈ ശ്ലോകങ്ങൾ പറയുന്നത്, ലോകം മഹാമായയുടെ കളിയാണ് എന്നും ജ്ഞാനമുണ്ടായാലും മോഹം വരാമെന്നും ദൈവകൃപയാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നുമാണ്. ശ്ലോകങ്ങൾ ദേവീ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്തുതി സ്തോത്രഭാഗങ്ങൾ ഒരു ശൈലിയിൽ, ഒരു ശാക്തോപാസനയുടെ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയുടെ രൂപത്തിൽ കുറച്ച് ശ്ലോകങ്ങൾ, നമ്മളൊരു 34 മുതൽ ഒരു 9 ശ്ലോകം എടുക്കാം. ഭക്തി, ജ്ഞാനം, അന്തർപരിശുദ്ധി, ദൈവാനുഗ്രഹം എന്ന ആശയങ്ങളെ പ്രകടിപ്പിക്കുന്ന ശ്ലോകങ്ങളാണ്. ഇവയുടെ സാരാംശവും ദാർശനിക അർത്ഥവും ഈ ശ്ലോകത്തിൻ്റെ ആകെ സന്ദേശവും ഒരു മുഴുവൻ ഭാഗമായിട്ട് ജീവിതത്തിൻ്റെ 3 അടിസ്ഥാനങ്ങൾ, ധർമ്മം, ജ്ഞാനം, ഭക്തി, ഇത് മനസ്സിന് സമാധാനം, ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കുക, ആത്മാവിന് മോക്ഷം കിട്ടുക, ഈ വഴിയിലൊക്കെ ചിന്തിക്കാവുന്നതാണ്. ലളിതമായ വാക്കിൽ ഈ ശ്ലോകം പറയുന്നത്, ദൈവത്തെ പുറത്ത് അന്വേഷിക്കരുത്, മനസ്സിനെ ശുദ്ധമാക്കുകയാണ് വേണ്ടത്, ധർമ്മത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് ദൈവത്തെ അനുഭവിക്കാനുള്ള മാർഗം എന്നാണ്. ഇതിൽ 34-ാമത്തെ ശ്ലോകം. തത്കിരണ മഹാഭാഗ യന്നേവോ ജ്ഞാനിനോപി മാനസ്യ ച ഭവത്യക്ഷൻ വിവേകാനന്ദസ്യ മുദ്ര ജ്ഞാനിരുവാച. മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം ദാർശനികത, ജ്ഞാനം, വിവേകം, ആത്മ ആനന്ദം. ഈ ശ്ലോകത്തിൽ പറയുന്നത്, മനുഷ്യൻ ദൈവത്തെ സ്മരിക്കുമ്പോൾ, വിചാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അജ്ഞാനം, ദുഃഖം, ആശങ്ക ഇവയൊക്കെ മാറുമെന്നാണ്. മനുഷ്യ ജീവിതം വെറും ഭൗതികമായ ജയമല്ല, ആത്മബോധം, അതാണ് യഥാർത്ഥമായ ലക്ഷ്യം. ദൈവസ്മരണം എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. തത്കിരണ മഹാഭാഗ യന്നേവോ ജ്ഞാനിനോപി മാനസ്യ ച ഭവത്യക്ഷം വിവേകാനന്ദസ്യ മുദ്ര ജ്ഞാനിരുവാച. തത്കിരണ മഹാഭാഗ. തത്കിരണം വാക്കായിട്ട് നമ്മൾ അർത്ഥം കാണാൻ പോകും. തത്കിരണം എന്ന് പറഞ്ഞാൽ ആ പരമസത്യം, അത് മഹാദേവിയാണ്. കിരണം, പ്രകാശം, കൃപ, ആനന്ദം എന്നൊക്കെ അർത്ഥം എടുക്കാം. മഹാഭാഗ, ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എനിക്കെത്താൻ വേണ്ടി, ഭാഗ്യവാൻ ആവാനുള്ള മാർഗം മഹാഭാഗ, അതിലേക്കുള്ള വാതായനം, വഴി. എന്നേവ, അത് തന്നെയാണ്. എന്നേവ, അത് തന്നെയാണ്. ജ്ഞാനിനോപി, ജ്ഞാനികൾക്ക് പോലും, മനസ്യ, മനസ്സ്, ഭവതി, ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, തത്കിരണ മഹാഭാഗ എന്നേവോ ജ്ഞാനിനോപി,
മാനസ്യ ച ഭവത്യക്ഷം വിവേകാനന്ദസ്യ മുദ്ര ജ്ഞാനി ഉവാച. ഭവതി ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു? അക്ഷം. അക്ഷം എന്ന് പറഞ്ഞാൽ നേരിട്ട് അനുഭവം. വിവേകാനന്ദസ്യ, വിവേകവും ആനന്ദവും. അങ്ങനെയാണ് വിവേകാനന്ദം. വിവേകത്തിലൂടെ ഉണ്ടാവുന്ന ആനന്ദം. മുദ്ര അടയാളമാണ്, അത് ലക്ഷണമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, ആ പ്രകാശം എന്ന് പറയുന്നത്, അത് ലഭിച്ചാൽ ജ്ഞാനികൾക്ക് പോലും, എന്ന് വെച്ചാൽ ജ്ഞാനികൾക്ക് ഇത് കിട്ടില്ല എന്നർത്ഥം. ഈ കൃപ കിട്ടിയാലേ ജ്ഞാനികൾക്കുണ്ടാവും. മനസ്സിൽ നേരിട്ടുള്ള ആത്മസുഖം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ജ്ഞാനം കൊണ്ട് ആത്മസുഖം ഉണ്ടാവില്ല, ദൈവകൃപ കൊണ്ട് മാത്രമേ ആത്മസുഖം ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഒന്നുകൂടി കേൾക്കാം. രശ്മി അസലായിട്ട് ചൊല്ലിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ശ്രുതി മനോഹരമായ രശ്മിയുടെ ഈ ആലാപനം കേൾക്കാം. തത്കിരണ മഹാഭാഗ യന്നേവോ ജ്ഞാനിനോപി മാനസ്യ ച ഭവത്യക്ഷൻ വിവേകാനന്ദസ്യ മുദ്ര ജ്ഞാനിരുവാച.